മോനെ നമുക്കിന്നൊരു കഥ പഠിക്കാം. കഥ കേൾക്കാൻ മോന് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. നമുക്കിന്ന് ഏത് കഥയാണ് പഠിക്കുന്നതെന്ന് അറിയാവോ? സുന്ദരി പട്ടവും ഒരു അമ്മു പൂമ്പാറ്റയും. സുന്ദരി പട്ടം ഒരു അമ്മു പൂമ്പാറ്റയും. ഒരു ദിവസം ഒരു സുന്ദരി പട്ടവും അമ്മു പൂമ്പാറ്റയും കൂട്ടുകാരായിരുന്നു. അവർ രണ്ടുപേരും എന്തുമായിരുന്നു? കൂട്ടുകാരായിരുന്നു അല്ലേ? അന്നേരം ഒരു ദിവസം സുന്ദരി പട്ടവും അമ്മു പൂമ്പാറ്റയും ചക്കരമാവിൻ്റെ ചുവട്ടിൽ ഒത്തുകൂടി. സുന്ദരി പട്ടവും അമ്മു പൂമ്പാറ്റയും ഒരു മാവിൻ്റെ ചുവട്ടിൽ ഒത്തുകൂടി അല്ലേ? അവർ മാവിൻ്റെ ചുവട്ടിൽ കളിച്ച് രസിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും എന്തെടുക്കുമായിരുന്നു? അവിടെ കിടന്ന് കളിച്ച് രസിക്കുകയായിരുന്നു. അവരവിടെ നല്ല കളിക്കുമായിരുന്നു അല്ലേ? അവിടെ ഇരുന്ന് അവർ കളിച്ച് രസിക്കുകയായിരുന്നു. ആ ചെമ്പൻ പരുന്ത് ഇത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ആ മണ്ടയ്ക്ക് നിന്നുകൊണ്ട് ആരെ കണ്ടോണ്ടിരിക്കുവായിരുന്നു? ചെമ്പൻ പരുന്ത്. മോൻ പരുന്തിനെ കണ്ടിട്ടുണ്ടോ? ചെമ്പൻ പരുന്ത് ഇത് കണ്ടോണ്ടിരിക്കുവായിരുന്നു അല്ലേ? ചെമ്പൻ അത് തന്നെ. ചെമ്പൻ എന്തോ എടുത്തു? അമ്മുവിനെ പിടിക്കാനായിട്ട് പറന്നു വന്നു. ഇവര് കളിച്ചുകൊണ്ടിരുന്നപ്പോഴേ ചെമ്പൻ പരുന്ത് മുകളിൽ കൂടെ നോക്കുമായിരുന്നു, കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അല്ലേ? അല്ല, അവര് കളിക്കുവല്ലായിരുന്നോ? അവര് മാവിന്റെ ചോട്ടിൽ കളിക്കുമായിരുന്നു. ആരൊക്കെ? സുന്ദരിയായ പട്ടവും അമ്മു പൂമ്പാറ്റയോടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മുകളിൽ നിന്നോണ്ട് ഈ ചെമ്പൻ പരുന്ത് ഇത് കണ്ടുകൊണ്ടിരുന്നു. ഇവൻ എന്തോ ചെയ്തെന്ന് അറിയാം? ചെമ്പൻ പരുന്ത് പിടിക്കാനായിട്ട് പറന്നു വന്നു. ആരെ പിടിക്കാനായിട്ടാ വന്നേ? അമ്മു പൂമ്പാറ്റെ. പാവം പിടിച്ച കുഞ്ഞ് അമ്മു പൂമ്പാറ്റെ പിടിക്കാനായിട്ട് പറന്നു വന്നു. അപ്പോൾ സുന്ദരി പട്ടം തൻ്റെ ചെമ്പൻ പരുന്തിനെ നേരെ വീശി എറിഞ്ഞു. എന്തോ എടുത്തു പിടിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് അപ്പോൾ സുന്ദരിയായ പട്ടം തൻ്റെ ചെമ്പൻ പരുന്തിന് നേരെ വീശി എറിഞ്ഞു. നൂൽ ചെമ്പൻ്റെ കാലിൽ കുരുങ്ങി ചെമ്പൻ താഴെ വീണു. ഈ പട്ടം ഉണ്ടല്ലോ, പട്ടത്തിന്റെ നൂല് ഇങ്ങനെ എറിഞ്ഞപ്പോൾ എറിഞ്ഞപ്പോൾ ചെമ്പൻ താഴെ വീണു. ഈ തക്കത്തിൽ അമ്മു പൂമ്പാറ്റ എന്തോ എടുത്തു? അവളങ്ങ് ഒളിച്ചിരുന്നു അല്ലേ? ഈ തക്കത്തിന് അമ്മു പൂമ്പാറ്റ അങ്ങ് ഒളിച്ചിരുന്നു അല്ലേ? സുന്ദരി പട്ടം ചക്കരമാവിന്റെ പുറകിൽ ഒളിച്ചിരുന്നു. സുന്ദരി പൂമ്പാറ്റ എവിടെ ഒളിച്ചിരുന്നേ? ചക്കരമാവിന്റെ പുറകിൽ. കുഞ്ഞു പൂമ്പാറ്റ ചക്കരമാവിന്റെ പുറകിൽ ഒളിച്ചിരുന്നു അല്ലേ? ചെമ്മൻ എഴുന്നേറ്റിരുന്ന് ചുറ്റും നോക്കി. ഇവനെ താഴെ വീഴ്ത്തിയില്ലയോ? ആരാ വീഴ്ത്തിയേ? അല്ല, ആരാ വീഴ്ത്തിയതാരാ? പട്ടം ആരെ വീഴ്ത്തി? പരുന്ത് താഴെ വീഴ്ത്തിയപ്പോൾ എങ്ങനാ? അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ സുന്ദരിയായ പട്ടം ഇങ്ങനെ നൂലും കൊണ്ട് ഇങ്ങനെ താഴെ ഇട്ടപ്പോൾ എന്തോ എടുത്തു? നമ്മുടെ പൂമ്പാറ്റ ചക്കരമാവിൻ്റെ പുറകിൽ ഒളിച്ചിരുന്നപ്പം ചെമ്പൻ പരുന്ത് പിന്നെ എഴുന്നേറ്റ് ചുറ്റും നോക്കിയപ്പോൾ ആരെയും അവിടെ കാണുന്നില്ലായിരുന്നു. അവരെല്ലാവരും ഒളിച്ചിരുന്നില്ലേ? ആരെയും കാണുന്നില്ലായിരുന്നു. ചെമ്പൻ കാലിന് ചുറ്റും നൂൽ കൊത്തി മാറ്റി. അവൻ എന്തോ ചെയ്തു? അവൻ്റെ കാലിൽ ചുറ്റിയിരിക്കുമല്ലായിരുന്നോ? നൂല് ചുറ്റിയിരിക്കും. അവനത് കൊത്തി ചെമ്പൻ പരുന്ത് അത് കൊത്തി മാറ്റി എടുത്ത് ആകാശത്തേക്ക് പറന്നുപോയി. എവിടെ പോയി? പറന്നുപോയി ചെമ്പൻ പരുന്ത്. കാരണം അവന് പൂമ്പാറ്റയെ കണ്ടു കിട്ടിയോ? ഇല്ല, അവന് കാണാൻ പറ്റിയില്ല. ചെമ്പൻ പരുന്തിന് പൂമ്പാറ്റയെ കാണാൻ പറ്റിയില്ല. അന്നേരം അവൻ എന്തോ എടുത്തു? അവൻ്റെ കാലെ കൊണ്ട് നൂല് അവന് കൊത്തി അതെടുത്ത് അവനങ്ങ് പറന്നു പോയി. ചെമ്പൻ പോയപ്പോൾ സുന്ദരിയായ അമ്മു പറന്നു അല്ലേ? ചെമ്പൻ അങ്ങ് പോയില്ല, ആകാശത്തേക്ക് പറന്നു പോയപ്പോൾ സുന്ദരിയായ അമ്മു എന്തോ എടുത്തു? പറന്ന് വന്നു. അമ്മു എന്തോ എടുത്തു? തന്നെ രക്ഷിക്കുന്നതിന് നന്ദി പറഞ്ഞു. അമ്മു ആരോടായിരുന്നു നന്ദി പറഞ്ഞത്? താങ്ക് യു പറഞ്ഞ ആരോടാ നന്ദി പറഞ്ഞേ? പട്ടത്തിനോട് അല്ലേ? അമ്മു സുന്ദരിയോട് തന്നെ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞു. കൂട്ടുകാരെന്തോ എടുത്തു? വീണ്ടും അടിച്ചു പൊളിച്ച് രസിച്ച് കളിച്ചു കൂട്ടുകാർ. പിന്നെ ആരൊക്കെയായിരുന്നു കൂട്ടുകാര്? ബട്ടർഫ്ലൈയും. അവർ രണ്ടുപേരും പിന്നെയും പരുന്തങ്ങ് പോയില്ലേ? പരുന്തങ്ങ് പോയപ്പോൾ ആടി പാടി രസിച്ച് അവർ പിന്നെയും കളിച്ചോണ്ട് നടന്നു അല്ലേ? കഥ ഇഷ്ടപ്പെട്ടോ മോനെ? നമ്മുടെ കഥയുടെ പേരെന്തുവായിരുന്നു? പട്ടവും പിന്നെ ബട്ടർഫ്ലൈയും. ഇഷ്ടപ്പെട്ടോ? കഥയാണ്. ഒരു പുഴയുടെ അടുത്തുള്ള ഒരു മാവിൽ ഒരു മഞ്ഞക്കിളി ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് കമ്പും ചകിരിയും പഞ്ഞിയും കടലാസും ഒക്കെ കൂട്ടിവെച്ച് മഞ്ഞക്കിളി ഒരു നല്ല കൂടുണ്ടാക്കി. മഴക്കാലം വന്നു, കാറ്റും മഴയും വന്നു. നന്നായി ഉണ്ടായിട്ടും മഞ്ഞക്കിളിയുടെ കൂടിന് ഒന്നും പറ്റിയില്ല.
അടുത്തുള്ള പ്ലാവിൽ ഒരു കുഞ്ഞിക്കിളിയുടെ കൂടുണ്ടായിരുന്നു. കാറ്റും മഴയും വന്നപ്പോൾ ആ കുഞ്ഞിക്കിളിയുടെ കൂട് താഴെ വീണു. കുഞ്ഞിക്കിളി പറന്നു പറന്ന് വേറൊരു കൂടുണ്ടാക്കാൻ അന്വേഷിച്ചു പോകുന്നത് രാവിലെ മഞ്ഞക്കിളി കണ്ടു. അത് ചോദിച്ചു, നീ എവിടെ പോകുന്നു? കുഞ്ഞിക്കിളി നടന്ന കഥയൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. മഞ്ഞക്കിളിക്ക് ദയ തോന്നി. അവൾ പറഞ്ഞു, നീ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ, നമുക്കവിടെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. കുഞ്ഞിക്കിളിക്ക് സന്തോഷമായി. രണ്ടുപേരും മഞ്ഞക്കിളിയുടെ വീട്ടിലേക്ക് പറന്നു ചെന്നു. അവിടെ അവർ സന്തോഷമായിട്ട് ജീവിച്ചു. കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്നൊരു കഥ പറഞ്ഞു തരട്ടെ. കഥയുടെ പേരെന്തുവാ? മഞ്ഞക്കിളി. പുഴയുടെ അടുത്തുള്ള ഒരു മാവിൽ ഒരു മഞ്ഞക്കിളി ഉണ്ടായിരുന്നു. ഇവിടെ പുഴയുടെ അടുത്തുള്ള ഒരു മാവില് കുറച്ച് ദിവസം കൊണ്ട് കമ്പ്, ചകിരി, പഞ്ഞി, കടലാസൊക്കെ കൂട്ടിവെച്ച് മഞ്ഞക്കിളി ഒരു നല്ല കൂടുണ്ടാക്കി. എന്തൊക്കെയാ മഞ്ഞക്കിളി കൂട്ടിവെച്ചത്? കമ്പ്, ചകിരി, പഞ്ഞി, കടലാസ്. മഴക്കാലം വന്നു. കാറ്റും മഴയും നന്നായി ഉണ്ടായിട്ട് പോലും മഞ്ഞക്കിളിയുടെ കൂടിന് ഒന്നും പറ്റിയില്ല. നല്ല മഴ വന്നിട്ടും മഞ്ഞക്കിളിയുടെ കൂടിന് ഒന്നും പറ്റിയിട്ടില്ല. അടുത്തുള്ള പ്ലാവിൽ ഒരു കുഞ്ഞിക്കിളിയുടെ കൂടുണ്ടായിരുന്നു. അടുത്തുള്ള പ്ലാവിൽ എന്തോ ഉണ്ടായിരുന്നു? ഒരു കുഞ്ഞിക്കിളിയുടെ കൂടുണ്ടായിരുന്നു. കാറ്റും മഴയും വന്നപ്പോൾ ആ കുഞ്ഞിക്കിളിയുടെ കൂട് താഴെ വീണു. കാറ്റും മഴയും വന്നപ്പോൾ ആ കുഞ്ഞിക്കിളിയുടെ കീട് എന്തോ പറ്റി? താഴെ വീണുപോയി. കുഞ്ഞിക്കിളി പറന്ന് പറന്ന് വേറൊരു കൂടുണ്ടാക്കാൻ അന്വേഷിച്ചു പോകുന്നത് മാവിലെ മഞ്ഞക്കിളി കണ്ടു. മറ്റേ കുഞ്ഞിക്കിളി ഉണ്ടല്ലോ, കുഞ്ഞിക്കിളിയുടെ കൂട് താഴെ വീണു പോയല്ലോ. അപ്പോൾ ഉണ്ടല്ലോ, കുഞ്ഞിക്കിളിയുടെ കീട് താന്നു പോയത് കണ്ടിട്ട് നമ്മുടെ മഞ്ഞക്കിളി എന്തോ ചെയ്തു? മഞ്ഞക്കിളി കണ്ടു. മഞ്ഞക്കിളി എവിടെയായിരുന്നു കൂട് കൂട്ടിയാൽ? മാവിലിരുന്ന് കണ്ടു. അത് ചോദിച്ചു. ആരാ ചോദിച്ചേ? മഞ്ഞക്കിളി കണ്ടു. മഞ്ഞക്കിളി ചോദിച്ചു, നീ എവിടെ പോകുന്നു? കുഞ്ഞിക്കിളി നടന്ന കഥയൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. ആരോട്? മഞ്ഞക്കിളിയോട്. മഞ്ഞക്കിളിക്ക് ദയ തോന്നി. അവൾ പറഞ്ഞു, നീ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ, നമുക്ക് അവിടെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. കുഞ്ഞിക്കിളിക്ക് സന്തോഷമായി. രണ്ടുപേരും മഞ്ഞക്കിളിയുടെ വീട്ടിലേക്ക് പറന്നു ചെന്നു. അവിടെ അവർ സന്തോഷമായി ജീവിച്ചു. നമ്മൾ എന്ത് ഈ കഥയിൽ നിന്ന് പഠിക്കുന്നേ? മഞ്ഞക്കിളിയും കുഞ്ഞിക്കിളിയുടെ കാര്യമാണോ പഠിക്കുന്നത്? മോൻ എന്തും മനസ്സിലായേ? മറ്റുള്ളവർക്ക് അവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും കൊടുത്ത് ഷെയർ ചെയ്യണം. മോൻ്റെ കയ്യിൽ 2 പെൻസിലുണ്ടെങ്കിൽ പെൻസിലില്ലാത്ത ഒരാൾക്ക് കൊടുത്തിട്ട് മോനെ അവരെ ഷെയർ ചെയ്യണം. അതാ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കേട്ടോ. ഓക്കെ, മനസ്സിലായോ? എന്തോ മനസ്സിലായി? കൊണ്ടുവന്ന ഇത് കൊടുക്കണം. മഞ്ഞക്കിളി. പുഴയുടെ അടുത്തുള്ള ഒരു മാവിൽ ഒരു മഞ്ഞക്കിളി ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് കമ്പ്, ചകിരി, പഞ്ഞി, കടലാസ് ഒക്കെ കൂട്ടിവെച്ച് മഞ്ഞക്കിളി ഒരു നല്ല കൂടുണ്ടാക്കി. മഴക്കാലം വന്നു. കാറ്റും മഴയും നന്നായി ഉണ്ടായിട്ട് പോലും മഞ്ഞക്കിളിയുടെ കൂടിനൊന്നും പറ്റിയില്ല. അടുത്തുള്ള പ്ലാവിൽ ഒരു കുഞ്ഞിക്കിളിയുടെ ഒരു കൂടുണ്ടായിരുന്നു. കാറ്റും മഴയും വന്നപ്പോൾ ആ കുഞ്ഞിക്കിളിയുടെ കൂട് താഴെ വീണു. കുഞ്ഞിക്കിളി പറന്ന് വേറൊരു കൂടുണ്ടാക്കാൻ അന്വേഷിച്ച് പോവുകയാണ്. രാവിലെ മഞ്ഞക്കിളി അത് കണ്ടു. മഞ്ഞക്കിളി ചോദിച്ചു, നീ എവിടെ പോകുന്നു? കുഞ്ഞിക്കിളി നടന്ന കഥയൊക്കെ മഞ്ഞക്കിളിയോട് പറഞ്ഞു. മഞ്ഞക്കിളിക്ക് എന്തോടുന്നു? സങ്കടവും എന്നിട്ട് ദയവും. അവൾ പറഞ്ഞു, നീ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ, നമുക്ക് അവിടെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. കുഞ്ഞിക്കിളിക്ക് സന്തോഷമായി. രണ്ടുപേരും മഞ്ഞക്കിളിയുടെ വീട്ടിലേക്ക് പറന്നു ചെന്നു. അവിടെ അവർ സന്തോഷമായി ജീവിച്ചു. ഇതിൻ്റെ അർത്ഥം എന്തുവാ? ഒരാൾക്കൊരാവശ്യം വരുമ്പോൾ മറ്റൊരാൾ സഹായിക്കാം. അതാണ് അതിൻ്റെ ഗുണങ്ങൾ. ഓക്കെ.